കമലുണ്ട്. കമൽ, അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ ആർക്കൊക്കെയായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടെത്തുമ്പോൾ ആർക്കൊക്കെയായിരിക്കും അദ്ദേഹവുമായി സംവദിക്കാനുള്ള അവസരം, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുക ആരൊക്കെയായിട്ടായിരിക്കും എന്നുള്ളതാണ്. 4 പേരെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരാണെന്ന് മനസ്സിലാകുന്നു. അവരുടെ വിവരങ്ങളൊന്ന് പറയാമോ? ആ വിവരങ്ങൾ അനശ്വരയുടെ പക്കലാണ് ഉള്ളത്. എനിക്ക് കൃത്യമായി അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ അല്പം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നോട് പറഞ്ഞത്, അതൊരു പരാതിയായി പറഞ്ഞത്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിന് യോഗത്തിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ വെച്ച് അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടിയില്ല എന്നൊരു പരാതി അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ദുരന്ത ഭൂമിയിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ കാണാൻ കഴിയുമോ എന്നറിയില്ല. ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള വിവരങ്ങൾ അറിയുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. ആ വാർഡിലെ, ഈ ദുരന്തം നടന്ന വാർഡിലെ മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിന് കാണാൻ അവസരം കിട്ടാത്തതിനെക്കുറിച്ച് ചില പഞ്ചായത്ത് അംഗങ്ങൾ ഒരു പരാതി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കായിരിക്കും അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ അവസരമുണ്ടാവുക. എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ദുരന്ത ഭൂമിയിലാണുള്ളത്. തിരിച്ചെത്തിയ ശേഷം നേരെ വിംസ് ആശുപത്രിയിലേക്ക് പോകും. അതിന് ശേഷമാകും ക്യാമ്പിലെത്തുക. അതിനുശേഷമാണ് കൽപ്പറ്റയിലെ അവലോകന യോഗം നടക്കുക. അക്ഷയ. ശരി, കമൽ വിവരങ്ങൾ നൽകുന്നു. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ കാണാൻ അവസരം ലഭ്യമായിട്ടില്ല, അതിനുള്ള അനുമതി ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കാണാൻ അവസരം ഉണ്ടാകേണ്ടതായിരുന്നു. അതിനുള്ളൊരു സാധ്യത ഇനി ഉണ്ടാകുമോ? ഉണ്ടാകട്ടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.